السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اتقوا الله عباد الله. വേദിയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പോഷക സംവിധാനങ്ങളുടെയും ജില്ലാ ഭാരവാഹികളെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ മദ്രസ വിദ്യാർത്ഥികളുടെ കലാ കഴിവുകളെ പ്രദർശിപ്പിക്കുന്ന, മാറ്റുരയ്ക്കുന്ന ഒരു നല്ല സംഗമത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. പല വ്യത്യസ്തതകൾ കൊണ്ട് കേവലം ഒരുപക്ഷെ ഒരു സ്കൂൾ അങ്കണത്തിൽ നടത്തി തീർക്കാവുന്ന ഒരു പരിപാടി ഇവിടെ മനോഹരമാക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ, വിദ്യാഭ്യാസ വകുപ്പ് ചുമതലയുള്ളവരെ, ഇവിടുത്തെ വിസ്ഡം ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. തുടക്കം മുതൽ ഒരുപക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കലകളുടെ പേരിൽ നടക്കുന്ന, സാഹിത്യങ്ങളുടെ പേരിൽ നടക്കുന്ന അധാർമികതകളെ സംബന്ധിച്ചാണ്. അനാവശ്യമായ ചില ചേരുവകൾ ചേരുമ്പോഴാണ് കലയും സാഹിത്യവുമൊക്കെ അതിൻ്റെ ഉയർന്ന നിലവാരത്തിലെത്തുക എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നുകൂടി വിശദീകരിച്ച് വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കല സിനിമയായിരിക്കും. അല്ലെങ്കിൽ സമാനമായ തെറ്റായ മെസ്സേജുകൾ സമൂഹത്തിന് നൽകുന്ന സമാന സ്വഭാവമുള്ള പലതുമാണ് ഇവിടുത്തെ കലകളായി അറിയപ്പെടുന്നത്. പുതിയ സാഹചര്യങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്ന് പറയുന്നതിനും പുതിയ രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. ഇവിടെ പൊതുബോധത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന സാമ്പ്രദായികമായി നാടുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംഗമങ്ങളുടെ ഒരു ചേരുവയുമില്ലാതെ മനോഹരമായ ഒരു സംഗമത്തിന് നമ്മളിവിടെ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും ചിലതൊക്കെ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയും സാംസ്കാരിക ഒത്തുകൂടലുകളും കലാ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം. 100 കാര്യങ്ങൾ ചിന്തയിലുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് കടന്നു പോകുന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അനിവാര്യമായും ഏറ്റെടുക്കേണ്ടുന്ന, ഗൗരവത്തോടു കൂടി എടുക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെ അതിൻ്റെ അർഹിച്ച ഗൗരവത്തോടു കൂടി എടുക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഞാൻ SIR-നെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീവ്ര പരിഷ്കരണം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ സംശയിക്കാവുന്ന ചില ദുരൂഹതകളുണ്ട് എന്ന് നമുക്കറിയുമ്പോൾ നിങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുക. നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേറിട്ട മാതൃക കാണിക്കണം? നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ചില മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, മനസ്സിനെ മടുപ്പിക്കുന്ന, ധാർമ്മികതയെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ടാക്കുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും കാണേണ്ടി വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ ഒരു ഉദാഹരണമായി പറയാറുള്ളത് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളാണ്, കല്യാണങ്ങൾ. ഒരു 10 കൊല്ലം മുമ്പുള്ള വിവാഹം വേണ്ട, ഒരു 5 വർഷം മുമ്പുള്ള കല്യാണങ്ങൾ, വിവാഹങ്ങൾ, ഇപ്പോൾ നടക്കുന്ന വിവാഹങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ഇത് തമ്മിൽ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്? ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നു. പൊതുവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരിക്കാനുള്ള വേറെ വേറെ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മറ കെട്ടി തിരിച്ചിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അതൊക്കെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ നാടുകളിലൊക്കെ ആ മറകളൊക്കെ എടുത്തുപോയി. ആകെ കൂടിക്കലരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യരെത്തി. വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു 2-2.5 വയസ്സ് പ്രായമുള്ള കുട്ടി മുതൽ 80-85 പ്രായമുള്ള വല്യുമ്മ വരെയുള്ളവർ ചുണ്ടിൽ ചായം തേച്ച്, മുഖത്ത് വലിയ അളവിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച്, ഉച്ചത്തിൽ പാട്ടുവെച്ച് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന, അതിലും കുട്ടികളും മുതിർന്നവരും വല്യുമ്മമാരും വല്യുപ്പമാരൊക്കെ ഉണ്ടാവും. മുമ്പ് കണ്ടാൽ അയ്യേ എന്ന് പറഞ്ഞിരുന്ന, മോശമാണ് എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ നിസ്സാരവൽക്കരിച്ച് നമ്മുടെ നാടുകളിൽ അരങ്ങുവാടുകയാണ്. വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് എത്ര ദിവസമാണ് ഇവിടെയൊക്കെ നിങ്ങൾ ചെലവഴിക്കാറുള്ളത്? മുമ്പൊക്കെ ഒരു പകൽ, അതായിരുന്നു വിവാഹത്തിൻ്റെ സമയം. ഒരു പകൽ, പിന്നീട് തലേ ദിവസത്തെ ഒരു രാത്രി കൂടിയായി. ഒരു വേള വിവാഹത്തിന് വീട്ടുകാരെ സഹായിക്കാൻ എത്തുന്ന, വിവാഹം നടത്തുന്ന ആളുകളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അയൽവാസികളോ ഒക്കെ പന്തല് കെട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സഹായിക്കാൻ ഒത്തുകൂടുന്നവരാണ് വിവാഹ തലേന്നാൾ വിവാഹത്തിൻ്റെ അവിടെ എത്തുക, കല്യാണത്തിൻ്റെ അവിടെ വരിക. ഇപ്പോൾ സേവ് ദ ഡേറ്റ് മുതൽ ഫംഗ്ഷനുകൾക്ക് തുടക്കം കുറിക്കാം. പ്രത്യേക ഫോട്ടോഷൂട്ടുകളാണ്. 25,000 രൂപ മുതൽ 2-2.5 ലക്ഷം രൂപ വരെ വില വരുന്ന മിഠായി കൊടുക്കുന്നതിലൂടെയാണ് മറ്റൊരു വിവാഹത്തിൻ്റെ ആ ഒരു വധൂവരന്മാരുടെ കണ്ടുമുട്ടൽ പൂർത്തീകരിക്കുന്നത്. പിന്നീട് മഞ്ഞ കല്യാണമുണ്ട്, ഹൽദിയുണ്ട്, മൈലാഞ്ചി കല്യാണമുണ്ട്, ഡെസ്റ്റിനേഷൻ മാരേജ് ഉണ്ട്. ഞാൻ കോഴിക്കോടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അയാൾ വീടിൻ്റെ കുറച്ച് ദൂരെയുള്ളൊരു റിസോർട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഡെസ്റ്റിനേഷൻ മാരേജുകളുടെ ഒരു കേന്ദ്രമാണത്. ഒരുപക്ഷെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹിതനാകുന്ന വരൻ അയാളുടെ കൂട്ടുകാരെയും സമപ്രായക്കാരെയും എല്ലാം ഒരുമിച്ച് വിളിച്ചു വരുത്തി പ്രത്യേകമായി
ഒരുപക്ഷെ വീട്ടിൽ രക്ഷിതാക്കൾ അനുവദിക്കാത്ത എല്ലാവിധ ആഘോഷത്തിന്റെ രൂപങ്ങളും ഒരു റിസോർട്ടിലേക്കോ ഹോട്ടലിലേക്കോ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആർമാദിക്കുന്ന പുതിയ വിവാഹത്തിന്റെ രൂപങ്ങൾ. എന്തൊക്കെ തരത്തിലുള്ള ഒരു വിവാഹം എന്ന ഒരു ഉദാഹരണം മാത്രം എടുത്താൽ കാണാവുന്ന ഒരു 5 കൊല്ലം 10 കൊല്ലം മുമ്പില്ലാത്ത മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാനമായ മാറ്റങ്ങൾ നമ്മൾ കാണാം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, എന്തും പറയാൻ മടിയില്ലാത്ത, എന്തും കാണിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതും നടക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംസ്കാരത്തിന്റെ പേരിലാണ്, സൗഹൃദത്തിന്റെ പേരിലാണ്, കലയുടെ പേരിലാണ്, ആഘോഷത്തിന്റെ മറവിലാണ്. വളരെ മഹനീയമെന്ന് മഹത്തരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങളുടെ പിന്നാമ്പുറങ്ങളിലാണ്. നോക്കൂ, മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ലജ്ജയെ എടുത്തു കളയുകയാണ് ഇവരാദ്യമേ ചെയ്യുന്നത്. ലജ്ജ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, നാണം. ഹയാ എന്ന് പറയും അറബിയിൽ. ഹയാ ഒരുപാട് തിന്മകളുടെ സുരക്ഷാ കവചമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ പോയാൽ പിന്നീട് മനുഷ്യനല്ലാതായിത്തീരും. ലജ്ജ നഷ്ടമായി പോയാൽ പിന്നീട് എല്ലാ നന്മകളും അവസാനിക്കും. പിന്നീട് തിന്മകൾക്ക് കടന്നു വരാൻ ഒരു മടിയുണ്ടാവില്ല. എല്ലാ തരത്തിലുള്ള വൃത്തികേടും ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇൻസാനി വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം ഏതാണെന്ന് അറിയാമോ? അത് ലജ്ജയാണ്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വാചകം കാണാൻ സാധിക്കും, അൽ ഹയാഉ വൽ ഈമാനു ഖുരിന ജമീഅൻ. ലജ്ജയും ഇസ്ലാം ഈമാനും പരസ്പരം ചേർന്നു നിൽക്കുന്നതാണ്. ഫഇദ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ, അതിലെ ഒന്ന് എടുത്തു കളഞ്ഞാൽ രണ്ടാമത്തേതും കൂടെ പോകും. ഈമാൻ നഷ്ടപ്പെട്ടവന് ലജ്ജ നഷ്ടമാകും, ലജ്ജ നഷ്ടപ്പെട്ടവന്റെ ഈമാനും നഷ്ടമാകും. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തും പറയാൻ കഴിയുന്നവനല്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനും മടിയില്ലാത്തവനല്ല. അവൻ്റെ ഉള്ളിൽ ഒരു മാനക്കേടുണ്ടാവും, ഒരു നാണക്കേടുണ്ടാകും. ഞാനത് ചെയ്യരുത്, ഞാനങ്ങനെ പറഞ്ഞുകൂടാ, അത് ശരിയല്ല, ഇവിടെ ഞാനെങ്ങനെ പെരുമാറുന്നത് ഒട്ടും ഉചിതമല്ല. ആ ബോധത്തെയാണ് നമ്മൾ ഹയാ എന്ന് വിളിക്കുന്നത്, ലജ്ജ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് തെറ്റായ വാക്കുകൾ വരാത്തത്? എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് മാന്യമല്ലാത്ത, സഭ്യമല്ലാത്ത വാക്കുകൾ വരാത്തത്? എന്താണ് ഒരു വിശ്വാസിയുടെ പെരുമാറ്റങ്ങളിൽ സഭ്യമല്ലാത്തത് ഉണ്ടാകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാളുടെ വേഷവിധാനങ്ങളിൽ, ഒരു വിശ്വാസിയുടെ മറ്റു സമീപനങ്ങളിലെല്ലാം മോശമായത് വരാത്തത്? എന്തുകൊണ്ട്? അയാളുടെ ഉള്ളിൽ ഒരു ഈമാനുണ്ട്. ആ ഈമാൻ അയാളുടെ വ്യക്തിത്വത്തിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ നിറക്കുന്ന ഹയാ ഉണ്ട്. ആ ഹയാ അയാളെ പിടിച്ചു നിർത്തുന്നു. ഇത് പറയാൻ പാടില്ലാത്തതാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, നീ വിശ്വാസിയാണ്, നീ മുഅ്മിനാണ്, നിനക്കിത് അരുതാത്തതാണ്, നിനക്കിത് പാടില്ലാത്തതാണ്. ആ ഒരു ബോധം, അത് മതം ഏറെ പ്രോത്സാഹിപ്പിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ ഖൈറുൻ കുല്ലു, ലജ്ജയുടെ എല്ലാ ഭാഗവും നന്മയാണ്, ലജ്ജ പൂർണ്ണമായും നന്മയാണ്, ഖൈറാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ റജുലിൻ മിനൽ അൻസാർ, അല്ലാഹുവിന്റെ റസൂലേ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഹുവ യഅ്ലു അഖാഹു ഫിൽ ഹയാ, അയാൾ തന്റെ സഹോദരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത്? ലജ്ജയെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത്. ലജ്ജ വേണം, നാണം വേണം, എന്തും പറയരുത്, എന്തും ചെയ്യരുത്, എന്തും പ്രവർത്തിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ദഅഹു,
അയാൾ അങ്ങനെ ലജ്ജയെക്കുറിച്ച് ഉപദേശിക്കണം, അയാളെ വിട്ടേക്കൂ. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. മുഅ്മിനാണോ, ഈമാനുള്ളവനാണോ, അയാളിൽ ലജ്ജയുണ്ടാകും, നാണമുണ്ടാകും, അയാളിൽ ലജ്ജയുണ്ടാകും. ഞാൻ ഒരു ഹദീസ് കൂടെ അതിലേക്ക് ചേർത്ത് വെക്കട്ടെ. എന്തിനാ അത് ഇത്ര വിശദീകരിച്ച് പറയണത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു ഗുണവിശേഷണമാണത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസ്, ഒരാൾ തുറസായ സ്ഥലത്ത് നിന്ന് കുളിക്കുകയാണ്. ബറാസ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ, മലമൂത്ര വിസർജനമൊക്കെ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന വെളിയിടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ ഫസഇദൽ മിമ്പർ, പ്രവാചകൻ മിമ്പറിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ, നിങ്ങളുടെ റബ്ബായ അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബ് ഹലീമുൻ, വിവേകമുള്ളവനാണ്, ഹയ്യുൻ, നാണമുള്ളവനാണ്, ലജ്ജയുള്ളവനാണ്, സിത്തീറുൻ, മറച്ചു വെക്കുന്നവനാണ്, യുഹിബ്ബുൽ ഹയാ, ആ അല്ലാഹു ലജ്ജയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഇദഖ്തസല അഹദുക്കും ഫല്യസ്തതിർ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ മറ സ്വീകരിക്കണം. നോക്കുക, ഹയാഇൻ്റെ എല്ലാ മർമ്മവും ഉൾക്കൊള്ളുന്നൊരു വാചകമാണത്. നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ആളുകൾ കാണുകയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ മറ സ്വീകരിക്കണം. അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ ഗുണമാണ് ഹയ, ലജ്ജ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, എന്തുപറ്റി പുതിയ സമൂഹത്തിന്, എന്തുപറ്റി നമുക്ക്, അല്ലേ? ന്യൂജനെ കുറിച്ച്, പുതിയ തലമുറയെക്കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്തുപറ്റി നമുക്ക് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലജ്ജ എന്ന് പറയുന്ന ശീലത്തെ ആരോ എടുത്തു കളഞ്ഞു. അതിനുവേണ്ടി അതെടുത്തു കളയാനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ നമ്മൾ കണ്ടപ്പോ, ആരൊക്കെയോ നമ്മൾ കേട്ടപ്പോ, ആർക്കൊക്കെയോ നമ്മൾ കാതുകൊടുത്തപ്പോ, നമ്മൾ ശ്രദ്ധ കൊടുത്തപ്പോ, നിരന്തരമായി അവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലതവർ എടുത്തു കളഞ്ഞു. ആ എടുത്തു കളയുന്ന ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിലാണ് നമ്മൾ വീണുപോയത്. അതിനെന്താ കുഴപ്പം? അതാണ് ചോദ്യം. ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വിടൂ? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പ്രണയിച്ചാൽ, പ്രേമിച്ചാൽ എന്താ കുഴപ്പം? ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ഇതാ ഈ ഒറ്റ ചോദ്യമാണ്, അതിനെന്താ കുഴപ്പം എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ നോക്കുന്നത് വല്ലാത്തൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് നമ്മൾ കീഴൊതുങ്ങിക്കൊടുത്താൽ ആകാശത്തിനു താഴെ ഹറാമായ ഒന്നും ഉണ്ടാവില്ല. ആകാശത്തിനു താഴെ ഭൂമിക്ക് പുറത്ത് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാം അനുവദിക്കപ്പെടും. ആകാശം ഇടിഞ്ഞു വിടുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ വിധേയമായി നിന്നുകൊടുത്ത, അതിനെന്താ കുഴപ്പമെന്ന ഒരു ചോദ്യത്തിന്, അത് വളരെ വാലിഡായിട്ടുള്ള, അതൊരു നല്ല ചോദ്യമാണ് എന്നൊരാൾ ചിന്തിച്ചാൽ ആ ചോദ്യം വളരെ വാലിഡായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹലാലായിരിക്കും. നമ്മൾ ഇന്ന് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ, സീരിയലുകൾ, വെബ് സീരീസുകൾ, വ്ളോഗർമാർ, ഇൻഫ്ലുവൻസർമാർ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു 500 രൂപയുടെ മൈക്രോഫോൺ കുറച്ചൊരു നല്ല ക്യാമറയുള്ള ഒരു ഫോണിനോട് ഘടിപ്പിച്ചാൽ ആർക്കും എന്തും പറയാവുന്ന, അയാളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് കേൾക്കാനുള്ള അവസരമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സെൻസറിങ് ഇല്ല, നിയന്ത്രണങ്ങളില്ല, എഡിറ്റിങ്ങുകളില്ല, ആർക്കും എന്തും പറയാം, ആർക്കും എന്തും പറയാം. ഒരു ക്യാമറയും ഒരു ഫോണും ഉണ്ടായാൽ മതി. ഒരല്പം ഇതിലൊന്ന് കളിക്കാൻ ഒരു ചെറിയ കഴിവുണ്ടായാൽ മതി. ഭയങ്കര വിജ്ഞാനമൊന്നും വേണ്ട. അവിടെ ആൾക്കാർ മൈക്കും പിടിച്ചിറങ്ങാൻ, ഫോണിൻ്റെ മുന്നിൽ കോപ്രായങ്ങൾ കാണിക്കാൻ, തനിക്ക് ലൈക്കുകൾ കിട്ടണം, തനിക്ക് കമൻറ്റുകൾ കിട്ടണം,
സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവണം, എന്നെ 10 ആൾ അറിയണം. അപ്പം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം? ആളുകൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. നന്മ കൊടുക്കണമെന്ന് നിബന്ധനയുണ്ടോ? ഇല്ല. ശരി മാത്രമേ പറയാവൂ എന്നുള്ള നിബന്ധന ഉണ്ടോ? ഇല്ല. തെറ്റു പറയാൻ പാടില്ല എന്ന കാർക്കശ്യമുണ്ടോ? ഇല്ല. എന്തും പറയാം. ആളുകൾക്ക് ഇഷ്ടമുള്ളതായാൽ മതി, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായാൽ മതി, കേൾക്കാൻ ഇമ്പമുള്ളതായാൽ മതി, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായാൽ മതി. അത് സ്വന്തം പറഞ്ഞ് ആൾക്കാർ കേൾക്കാതെ വരുമ്പോൾ ഭാര്യയെ പിടിക്കും. ഭാര്യ ആദ്യം നല്ല വേഷമൊക്കെ ധരിച്ച് മുഖമക്കനെ കേട്ട് മഫ്തൊക്കെ ധരിച്ച് ഇയാളുടെ കൂടെ വീഡിയോയിൽ വരും. പിന്നെ ഭാര്യയുടെ ഹിജാബ് നഷ്ടപ്പെടും, നിക്കാബ് നഷ്ടപ്പെടും. അവൾ നഗ്നത പുറത്തു കാണിച്ച് ഇയാളുടെ കൂടെ വീഡിയോസ് ചെയ്യാൻ അവളുണ്ടാകും, ഭാര്യയുണ്ടാകും. പിന്നീട് അവളുടെ ഡാൻസ് അയാൾ ഷൂട്ട് ചെയ്ത് പുറത്തേക്കിടും. സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, സ്വന്തം ഉമ്മയെ, സ്വന്തം സഹോദരന്മാരെ, സ്വന്തം സഹോദരിമാരെ എല്ലാവരെയും പ്രദർശന വസ്തുവാക്കി വിറ്റ് പണമുണ്ടാക്കി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, അതിനെന്താ കുഴപ്പം? ആ ചോദ്യത്തിൽ കുറെ ആളുകൾ വീണു. നമ്മൾ നോക്കി, ആ ചോദ്യത്തിൻ്റെ വിടവിലൂടെ കടന്നു വന്ന എന്തെല്ലാം കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനിടയിൽ കാണണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേരളത്തിൽ ചുംബന സമരം നടന്നത്? ചുംബന സമരം നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതോ ഒരു ഹോട്ടലിൻ്റെ സൈഡിലിരുന്ന് കമിതാക്കൾ അവർ അടുത്ത് പെരുമാറിയപ്പോൾ കുറച്ച് ആൾക്കാർ അതിനെ ചോദ്യം ചെയ്തു, ഇത് ചെയ്യാൻ പാടില്ല, പരസ്യമായി ഇത് ചെയ്യരുത്. അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു കുറച്ചാളുകൾ. കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ടാക്കി കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നു. എന്നിട്ട് അവർ അങ്ങാടികളിൽ, ബീച്ചുകളിൽ, പാർക്കുകളിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സമരങ്ങൾ സംഘടിപ്പിച്ചു. എന്താണ് സമരം? ചുംബിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു. ഭാര്യയും ഭർത്താവുമല്ല, മാതാപിതാക്കളും മക്കളുമല്ല, ഏതൊക്കെയോ ആളുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിനകത്ത് ചെയ്യുന്നത് പരസ്യമായി ചെയ്യാൻ മടിയില്ലാതെ അവർ പുറത്തേക്ക് വരുന്നു. ഇതാണ് ചോദ്യം. ഇതിനെന്താ കുഴപ്പം? അതൊക്കെ അയാളുടെ ഇഷ്ടമല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ? അല്ലേ? ആർത്തവം എന്ന് ഒരു സമരം നടന്നിരുന്നു കേരളത്തിൽ. ഒരു 10 കൊല്ലത്തിനിടയിൽ ചില പ്രധാന സംഭവങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ആർത്തവം ആഘോഷിക്കപ്പെടണം എന്നാ പറഞ്ഞു. എറണാകുളത്ത് സ്ത്രീകളുടെ ലൈംഗികാവയവത്തിൻ്റെ ആകൃതിയിൽ ഒരു കമാനമുണ്ടാക്കി ഒരു വേദി കെട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര നികൃഷ്ടമായ രീതികളാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്ന്. എന്നിട്ട് വേദി കെട്ടി ആ വേദിയിൽ സ്ത്രീകളുടെ ആർത്തവം ആഘോഷിക്കണം എന്ന് വലിയ ക്യാമ്പയിൻ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ നടന്നതാണ്. കേരളത്തിലെ ചില ക്യാമ്പസുകളുടെ മുന്നിൽ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ ചിത്രങ്ങളിൽ സ്ത്രീയും പുരുഷനും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചു, എന്തിനാ തുറിച്ചു നോക്കുന്നത്, നീ ഉണ്ടായത് ഇങ്ങനെയല്ലേ. അവിടെ അവസാനിച്ചോ? നോക്കി, സ്വയംഭോഗം മാസ്റ്റർബേഷൻ ദിനാചരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നു. സ്വയംഭോഗ ദിനാചരണം എന്ന് പറയുന്ന ഇതൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ മൈക്കേട്ടി പറയാൻ എനിക്കൊരു വിഷമമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലവാരം, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ നിലവാരം എത്ര കണ്ട് താഴേക്ക് പോയി എന്നതിൻ്റെ ചില തെളിവുകൾ പറയാതെ വയ്യല്ലോ എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്യാമ്പസിൻ്റെ, ഒരു കോളേജിൻ്റെ പുറത്ത് വന്നൊരു ബോർഡ് എന്തായിരുന്നു എന്നറിയോ? സദാചാരം പടിക്കു പുറത്ത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും സദാചാരം, ധാർമ്മികത എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കും. സദാചാരം എന്ന വാക്ക് തന്നെ ഭയപ്പെടേണ്ട ഒരു വാക്കായി കേരളത്തിൽ മാറി. സദാചാരത്തിൻ്റെ കൂടെ സദാചാര പോലീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും, ഞാൻ പലയിടത്തും പറയാറുള്ള എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാനൊരിക്കൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടിക്കയറുമ്പോൾ
ആ ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് വേഗത്തിൽ എൻ്റെ വാഹനം പാർക്ക് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു ബഹളം നടക്കുന്നു. വലിയ ശബ്ദം. എന്താണ്? ഒരു സ്ത്രീ ഒരു ഭാഗത്ത്, രണ്ട് ചെറുപ്പക്കാർ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മറുഭാഗത്ത്. ഇവർ തമ്മിൽ ഭയങ്കര വർത്തമാനം പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷണ്ഠയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ചെവിയിൽ ഒരാൾ വന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു, ഒരു സ്വകാര്യം പറഞ്ഞു. ഈ മുതിർന്ന സ്ത്രീ വളരെ വേഗത്തിൽ അവരുടെ സംസാരമൊക്കെ നിർത്തി അവർ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഇപ്പം ഈ സ്ത്രീയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞ ആളുടെ അടുത്താണ് ഞാൻ പോയിരുന്നത്, പ്ലാറ്റ്ഫോമിൽ. എന്താ സംഭവം? ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. അവർ സഹോദരി സഹോദരന്മാരല്ല. അപ്പോൾ ഈ സ്ത്രീ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഉടനെ ഈ പെൺകുട്ടികൾ ഇവർ രണ്ടാളും തിരിച്ചു ചോദിച്ചു, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? ഇവർ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിനെ എനിക്ക് വിളിക്കണം. ഇവർ തമ്മിൽ തർക്കമായി. അപ്പോൾ ഈ സ്വകാര്യം പറഞ്ഞ ആൾ പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോണ്ട, നിങ്ങൾ സദാചാര പോലീസ് ചമഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്താൽ നിങ്ങൾ കുടുങ്ങും. ആരാണ് കുടുങ്ങുക? നിങ്ങളാരാണ്? നിങ്ങളുടെ രക്ഷിതാക്കൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വിവാഹിതരല്ലാത്ത ഒരു സ്കൂൾ കോളേജ് പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എത്തി എന്നൊരു മുതിർന്ന ആൾ ചോദിച്ചാൽ അയാൾ സദാചാര പോലീസ് ചമഞ്ഞു, അയാൾ സദാചാര ഗുണ്ടായിസമാണ് നടത്തിയത്. കേസ് ആർക്കെതിരാണ്? ഇയാൾക്കെതിരാവും. അല്ലേ? 18 വയസ്സായാലേ പെൺകുട്ടികൾക്കൂടെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, 21 വയസ്സായാലേ ആൺകുട്ടികൾക്കൂടെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ 17 വയസ്സായ ലിവിങ് ടുഗദർ ആകാം. 16 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ പ്രേമിക്കാം, കല്യാണം കഴിക്കാൻ പാടില്ല. ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് 16 വയസ്സ് കഴിഞ്ഞ് 14 വയസ്സ് കൃത്യം എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നാലും 16 വയസ്സ് കഴിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇടപെടാൻ പാടില്ല എന്നാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങളാരാണ്? നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഒരു വളയമില്ലാത്ത ചാട്ടമല്ല മനുഷ്യന് വേണ്ടത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാനാണ് മനുഷ്യൻ ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാം എന്നൊരവസ്ഥാവിശേഷമുണ്ടായാൽ മനുഷ്യന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ് ചെയ്യുക. ജീവിതത്തിനൊരടുക്കും ചിട്ടയുമുണ്ട്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ എന്തിനാ അങ്ങോട്ട് കടന്നു വന്നത്? നമ്മൾ എന്തിനാണ് ഇവിടെ ജനിച്ചു വീണത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാഷിത്തത്തു ബിൻത് ഫിർഔൻ, ഫിർഔന്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്നവളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല റിവായത്തുകളിലൂടെ വന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിടത്തെത്തിയപ്പോൾ ഒരു മണം വന്നു, ഒരു സുഗന്ധം, നല്ല നറുമണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദിഹി റായിഹതു ത്വയ്യിബ, എന്താണ്, എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? എന്താണ് ഈ മണം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി റായിഹതു മാഷിത്തത്തി ഇബ്നത്തി ഫിർഔൻ വ ഔലാദിഹാ, ഇത് ഫിർഔനിൻ്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്നവളുടെയും അവളുടെ മക്കളുടെയും സുഗന്ധമാണ്. ഞാൻ ചോദിച്ചു, പ്രവാചകൻ പറയണു, വമാ ശഅ്നുഹ, ആരാണ് ഫിർഔന്റെ മകളുടെ മുടി ചീകുന്നവൾ? എന്താണ് അവളുടെ കഥ? എന്താണ് ആ കാര്യം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിങ്ങനെ വിവരിച്ചു കൊടുത്തു. ഒരിക്കൽ ഫിർഔന്റെ മകളുടെ മുടി അവർ ഇങ്ങനെ ചീകിക്കൊടുക്കുമ്പോൾ ചീപ്പ് കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അപ്പോൾ അതെടുത്തു. അവരതെടുക്കുന്ന സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ. ഫിർഔന്റെ മകൾ ചോദിച്ചു, ബിസ്മില്ലാ,
അതാരാണ്? അബി, എൻ്റെ വാപ്പയാണോ? അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹ് ആരാണ്? എൻ്റെ പിതാവാണോ? അപ്പോൾ അവർ പറഞ്ഞില്ല, അല്ല, നിന്റെ പിതാവല്ല. അറബ്ബുൻ ഗൈറു അബി, എൻ്റെ വാപ്പല്ലാത്ത വേറൊരു റബ്ബുണ്ടോ? അല്ലേ, എൻ്റെ കാൽ കീഴിലൂടെയാണ് നൈലൊഴുകുന്നത് എന്ന് അഹങ്കാരം പറഞ്ഞ ഫറോവയുടെ മകൾ ചോദിക്കുക. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് ധിക്കാരം പ്രഖ്യാപിച്ച ഫറോവയുടെ മകൾ ചോദിക്കുക, എൻ്റെ വാപ്പല്ലാത്തൊരു റബ്ബുണ്ടോ? അപ്പോൾ മുടി ചീകി കൊടുക്കുന്ന ആ സഹോദരി പറഞ്ഞു, നഅം റബ്ബി വറബ്ബു റബ്ബി വറബ്ബുക വറബ്ബു അബീക അല്ലാഹ്, എൻ്റെയും നിൻ്റെയും നിൻ്റെ വാപ്പയുടെയും റബ്ബായിട്ടുള്ള അള്ളാഹു. അവർ ചോദിച്ചു, അഫ ഉഅലിംഹു അബി, ഇത് ഞാൻ എൻ്റെ വാപ്പാനോട് പറഞ്ഞു കൊടുക്കട്ടെ? അവർ പറഞ്ഞു, നിൻ്റെ വാപ്പാനോട് പറഞ്ഞു കൊടുക്കാം. നോക്കൂ, ആരോടാണ് സമരം പ്രഖ്യാപിക്കുന്നത്? ഫിറഔൻ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഫിറഔന്റെ കൊട്ടാരത്തിലെ ഒരു പാവപ്പെട്ട സാധാരണ ജോലിക്കാരി, ഈജിപ്തിൻ്റെ ധിക്കാരിയായ ഭരണാധികാരിയായ ഫിറഔന്റെ അടുക്കിലേക്ക് അവളെക്കുറിച്ചുള്ള ഒരു തെറ്റായ, അവളെക്കുറിച്ച് ഫിറഔൻ ഇഷ്ടമില്ലാത്ത ഒരു വാർത്ത എത്തുകയാണ്. ഫറോവക്ക് ഇഷ്ടമില്ലാത്തൊരു വാർത്ത അവിടെ എത്താൻ പോവാണ്. വിശ്വാസത്തിൻ്റെ ധൈര്യവും സ്ഥൈര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കാം, പ്രശ്നമില്ല. ഫിറഔൻ അവരെ വിളിച്ചു. എന്നിട്ട് എന്താണ് വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു. ഫിറഔന്റെ മുന്നിൽ അവർ തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു, സധൈര്യം പ്രഖ്യാപിച്ചു. ഫിറഔൻ അവർക്ക് ശിക്ഷ വിധിച്ചു. എന്താണ് ശിക്ഷ? ഒരു വലിയ പാത്രം, അതിൻ്റെ താഴെ തീ കത്തിച്ചു, അതിലേക്ക് അവനെങ്ങനെ ഇട്ടു. ഓരോ ആളുകളിട്ടു, ഓരോ കുഞ്ഞിനിട്ടു, ഓരോ മക്കളെ കത്തുന്ന തീയിലേക്ക്, കത്തുന്ന തീയിൻ്റെ മുകളിൽ വെച്ച പാത്രത്തിലേക്ക്. ഫിറൗന്റെ മുന്നിൽ ആ സ്ത്രീ തൻ്റെ അവസാനത്തൊരാഗ്രഹം പ്രകടിപ്പിച്ചു. എന്താണ്? ഞങ്ങളെ കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന എല്ലും ചാരവും എല്ലാം കൂടി ഒരു തുണിയിൽ നീ കഫൻ ചെയ്യണം, എന്നിട്ട് കബറടക്കണം. ഫിറൗൻ അത് സമ്മതിച്ചു. തൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞിനെ കത്തിയാളുന്ന പാത്രത്തിലേക്ക്, ആ തീക്ക് മുകളിൽ വെച്ച പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു ഉമ്മയുടെ ഹൃദയവേദനയുണ്ടായി. എൻ്റെ കുഞ്ഞ് എന്ന ഹൃദയവേദന. അപ്പോൾ ആ കുട്ടി തൻ്റെ മാതാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മ വിഷമിക്കണ്ട, ഇന്ന അദാബദ്ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. പരലോകത്തെ ശിക്ഷയുണ്ടല്ലോ, ആ പരലോകത്തെ ശിക്ഷയെ അപേക്ഷിച്ച് ദുനിയാവിലെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ വളരെ നിസ്സാരമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിച്ച ആ വിശ്വാസിനിയായ സഹോദരിയുടെയും മക്കളുടെയും സുഗന്ധമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ മിഅ്റാജിൻ്റെ രാവിൽ യാത്രയിൽ ലഭിച്ചത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത്, ആ കുഞ്ഞു പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ കടന്നുപോയി മരണത്തോടുകൂടി മണ്ണോട് ചേർന്ന് എല്ലാം അവസാനിക്കുന്നതല്ല. ഒരു പരലോകം വരാനുണ്ട്, അവിടെ ഒരു നരകം കാത്തിരിക്കുന്നുണ്ട്, അവിടെ ഒരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട്, അവിടെ ഒരു വിചാരണ വരാനുണ്ട്, ഒരു സിറാത്ത് അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മീസാൻ അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ശിക്ഷയെ അപേക്ഷിച്ച് ഈ ദുനിയാവിലെ ശിക്ഷയുണ്ടല്ലോ, അത് വളരെ 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 നിസ്സാരമാണ്. ഈ ജീവിതം അത് ഒരു ലക്ഷ്യവുമില്ലാതെ കടന്നു പോകേണ്ട ഒന്നല്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് മുന്നിൽ റബ്ബിൻ്റെ ആസ്തിക്യത്തെയും പരലോകത്തിൻ്റെ സാധ്യതയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഭൂമി വെറുതെ ഉണ്ടായതാണോ? നമ്മളെ അല്ലാഹു വെറുതെ സൃഷ്ടിച്ചതാണോ? വെറുതെ പടച്ചുണ്ടാക്കിയതാണോ? നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞില്ലേ, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ? എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് അവിടെ നാം ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന്. നമ്മുടെ കണ്ണ്,
നമ്മുടെ കാത്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മുടെ ഹൃദയം, അല്ലേ, ഒരു മിനിറ്റിൽ എത്ര തവണയാണത് മിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഏകദേശം ഒരു ദിവസം 15,000 കിലോമീറ്റർ നീളം വരുന്ന നാഡീഞരമ്പുകളിലേക്ക് 7,000 മുതൽ 8,000 ലിറ്റർ ബ്ലഡ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അത്രയുണ്ടെന്നല്ല, ഇതിങ്ങനെ ചാക്രികമായി കടന്നു വരുമ്പോൾ 7,000 മുതൽ 8,000 വരെ ലിറ്റർ രക്തം ആ ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എപ്പോൾ തുടങ്ങിയതാ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ആ സമയം മുതൽ ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് തുടങ്ങി. അതെവിടെയെങ്കിലും ഒന്ന് അവസാനിച്ച നിലച്ച നമ്മളവിടെ അവസാനിച്ചു, അല്ലേ? അതിൻ്റെ നാലറകൾ, അതിൻ്റെ വാൾവുകൾ, അത് ചിലത് തുറക്കുമ്പോൾ ചിലതടയുന്നു, ചിലതടയുമ്പോൾ ചിലത് തുറക്കുന്നു. നമ്മൾ നലിച്ചുക്കും. ഒരു ദിവസം നമ്മുടെ വീടിന് മുകളിൽ സംവിധാനിച്ച 1000 ലിറ്ററിൻ്റെ 2000 ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ എത്ര കപ്പാസിറ്റിയുള്ള മോട്ടോർ ആവശ്യമാണ്? ആ മോട്ടോർ വർക്ക് ചെയ്യാൻ എത്ര വൈദ്യുതി ആവശ്യമാണ്? ഒരവയവം മാത്രമെടുത്താൽ, മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം മാത്രമെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മഹാത്ഭുതമാണ്. ഹൃദയമാണോ ഏറ്റവും സങ്കീർണമായ മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത്? അല്ല, ഹൃദയത്തേക്കാൾ സങ്കീർണമായിരിക്കും ഒരുപക്ഷെ മനുഷ്യൻ്റെ കരൾ, അതിനേക്കാൾ സങ്കീർണമായിരിക്കും കോടാനക്കോടി ന്യൂറോണുകളുള്ള മനുഷ്യൻ്റെ തലച്ചോർ. നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കി. മനുഷ്യൻ്റെ ജനനം മുതൽ ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് രൂപം പ്രാപിക്കുന്നത്? എത്ര നിസ്സാരമായ ഒരവസ്ഥ മുതൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ടവും കൂടിച്ചേർന്ന സൈഗോട്ട് എന്ന് പറയുന്ന ആദ്യ അവസ്ഥ, അത് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിങ്ങനെ വളർന്നു വലുതായി വലുതായി വലുതായി, അല്ലേ, ഒരട്ടയെപ്പോലെ മനുഷ്യൻ്റെ മാതാവിൻ്റെ ഗർഭപാത്ര ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരട്ടയെപ്പോലെ വളർന്ന് 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 മനുഷ്യരൂപം പ്രാപിച്ചൊരു കുഞ്ഞായി നമ്മൾ പുറത്തിറങ്ങണം. സുമ്മനുഖരിജുക്കും തിഫ്ല, പിന്നെ ഒരു കുഞ്ഞായി നിങ്ങളെ നാം പുറത്തു കൊണ്ടുവന്നു. സഹോദരങ്ങളെ, എന്തുമാത്രം വലിയ സങ്കീർണമാണ് മനുഷ്യൻ്റെ പടപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. വഫിഅൻഫുസികും അഫലാ തുബ്സിറൂൻ. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് വെറുതെ ഉണ്ടായതാണോ? ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് ജനിച്ച് മണ്ണോട് ചേർന്ന് അവസാനിക്കാനുള്ളതാണോ? ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പിന് യാതൊരുവിധ ലക്ഷ്യവുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക? ഇതിനൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? ഞാൻ 12:35 പട്ടാമ്പിയിൽ നിന്ന് ട്രെയിൻ കയറുന്നത്. ഇവിടെ ഇറങ്ങുന്നത് ഏകദേശം 5:30 മണിക്കാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ ഇറങ്ങുന്നത്. എത്ര ദീർഘമായ ഒരു പ്രദേശം, ദീർഘമായ സമയമെടുത്ത് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തു. പട്ടാമ്പിയും കാസർഗോഡും ഉൾക്കൊള്ളുന്നതാണോ ഈ ലോകം? കേരളം എന്നതാണോ ലോകം? ഇന്ത്യ എന്ന് പറയുന്ന 28 സംസ്ഥാനങ്ങളും നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള വിശാലമായ ഒരു രാജ്യമാണോ ഈ ലോകം? 7 വൻകരകൾ ഉൾക്കൊള്ളുന്നത്, 800 കോടിയിലധികം വരുന്ന മനുഷ്യർ അധിവസിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം, വിശാലമായ ഭൂമി, അതിൽ മനുഷ്യൻ നിവസിക്കാത്ത കാനനങ്ങൾ, കാടുകൾ എത്രയേറെ ഏക്കറുകളുണ്ട്, കിലോമീറ്ററുകൾക്ക് വിസ്തൃതിയുണ്ട്. മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത വിസ്തൃതമായ മരുഭൂമി എത്രയുണ്ട്. മുഴുവൻ കരപ്രദേശങ്ങളും ആകെ കൂടിച്ചേർന്നാൽ അതിൻ്റെ എത്രയോ ഇരട്ടി വരുന്നതല്ലേ കടൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി. ഈ ഭൂമിയായാൽ ലോകം മുഴുവനായോ? അല്ല, ഇതിനേക്കാൾ വലിയ ഗ്രഹങ്ങൾ സൗരയൂഥത്തിലുണ്ട്, അല്ലേ? എല്ലാ ഗ്രഹങ്ങളെക്കാൾ വലുതാണ് ഈ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും വലം വെച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ എന്ന് പറയുന്നത്. 13.5 ലക്ഷം ഭൂമികൾ ഉൾക്കൊള്ളാവുന്നതാണ് സൂര്യൻ. സൂര്യനാണോ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു? അല്ല, സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. സൂര്യൻ ഉൾപ്പെടുന്ന നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹത്തിൽ 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. അതൊരു ഗാലക്സിയാണ്, ഒരു നക്ഷത്ര സമൂഹമാണ്. ഏകദേശം 10,000 കോടി മുതൽ 12,000 കോടി വരെ നക്ഷത്രങ്ങൾ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സിയിൽ. അങ്ങനത്തെ എത്ര ഗാലക്സികളുണ്ട്? ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ
പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ മനുഷ്യൻ കണ്ടെത്തിയ ഭാഗങ്ങളുടെ ചിത്രം ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കാം. ആയിരക്കണക്കിന് കോടി ഗാലക്സികളുണ്ട്, ആയിരക്കണക്കിന് കോടി നക്ഷത്ര സമൂഹങ്ങളുണ്ട്. ഓരോ നക്ഷത്ര സമൂഹത്തിലും 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തെ മൊത്തം മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏകദേശം 20% മാത്രമാണ്. കണ്ടെത്തിയ 20%-നകത്ത് ഒരു സൂചിത്തലപ്പ് കൊണ്ടുപോലും അടയാളപ്പെടുത്താൻ മാത്രം നമ്മുടെ ഭൂമിക്ക് വലുപ്പമില്ല. എന്നിട്ട് ആ ഭൂമിയുടെ ഏതോ ഒരു ചെറിയ കോണിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പറയാണ് ഇതിനൊരു സൃഷ്ടാവില്ലെന്ന്. മനുഷ്യൻ പറയാണ് ജീവിതം വ്യർത്ഥമാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണത് അല്ലേ? എൻ്റെ ഒരു സ്കൂളിൽ ഞാൻ കുറച്ച് മുമ്പ് വർക്ക് ചെയ്തിരുന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ എനിക്കൊരു CD തന്നു ഒരാൾ. എനിക്കിന്നലെ ഒരാളൊരു CD തന്നു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. മതങ്ങളെ എതിർക്കുന്ന ആളല്ല, മതങ്ങളെ അന്ധമായി വിമർശിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. മതങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് അദ്ദേഹം ഇങ്ങനെ പറയും, ദൈവമൊന്നുമില്ല എന്ന് പറയും. അവിടെ അദ്ദേഹം പറയണം, ആ CD എനിക്ക് മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. ഇത് ചെന്തുപറ്റി? അതിൽ പ്രപഞ്ചത്തെയാണ് വിശദീകരിക്കുന്നത്. നമ്മളിവിടെ കണ്ട ഏതാനും സെക്കൻഡുകളുള്ള, നിങ്ങൾ കണ്ടു ഞാൻ മനസ്സിലാക്കുന്ന ആ വീഡിയോ, അത് ഒന്ന് കുറച്ച് വിശദമായ സമയമെടുത്ത് ഭൂമി മുതൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ ഇങ്ങനെ വിശദീകരിച്ചു പോയാൽ അദ്ദേഹം പറയാണ്, എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇതെങ്ങനെ ഉണ്ടായി? ഇതാരുണ്ടാക്കി? ഇതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഞാൻ വല്ലാത്ത ഒരു ഡിപ്രഷനിലേക്ക് പോകുമെന്ന് വിചാരിച്ചാൽ അത് ഓഫ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഈ സങ്കീർണമായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് വെറുതെ ഉണ്ടായതല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളങ്ങ് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുർആൻ്റെ വല്ലാത്തൊരു ചോദ്യമാണത്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യൻ കരുതുന്നുണ്ടോ അവൻ അങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അലം യകുൻ നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ. സ്കലിച്ച് വീടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ മനുഷ്യൻ്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തൊരു ബീജകണമായിരുന്നില്ലേ അവൻ? അവിടെ നിന്ന് സൃഷ്ടിച്ചു വലുതാക്കി ഉണ്ടാക്കിയ പടച്ചുണ്ടല്ലോ, മനുഷ്യനെ മറ്റൊരിക്കൽ കൂടി പരലോകത്ത് പുനർജീവിപ്പിക്കും. അവൻ്റെ നട്ടെല്ലിലെ കശേരുക്കളിൽ അവസാനത്തെ കശേരുവിൽ നശിക്കാതെ മണ്ണോട് ചേരാതെ കിടക്കുന്ന അജബുദ്ധനവിൽ നിന്ന് അള്ളാഹു ഒരിക്കൽ കൂടി മനുഷ്യനെ പുനർജീവിപ്പിക്കും. അതാണ് പരലോകം. ആ പരലോകം വരാനുണ്ട്. ആ പരലോകത്തിന്, അതിൻ്റെ വിജയത്തിന് ആവശ്യമായ ഒരു ജീവിതത്തെ, അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതക്രമത്തെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ ക്രമമനുസരിച്ച് ജീവിക്കുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ലോകത്ത് അവൻക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് മറന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വളയമില്ലാതെ ചാടുന്നവനെ സംബന്ധിച്ചിടത്തോളം ഏതു മേഖലയിലേക്കും അവനക്ക് പോകാൻ സാധിക്കും. അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ച് ധാർമ്മികതയുടെ അധാർമികതയുടെ മൂല്യച്യുതിയുടെ വേർതിരിവുകളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ തുറന്നു വെക്കുന്ന വാതിലിലൂടെ കടന്നു വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം മാത്രമാവൂല അല്ലേ? വീട്ടിനകത്ത് കറണ്ട് പോയി, ഫാനില്ല, AC വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വാതിലൊന്ന് തുറന്നിടാം, കാറ്റ് വരട്ടെ. കാറ്റ് മാത്രമാണോ വരിക? കൊതുക് വരും, ഈച്ച വരും, പലതും വരും. അതിനെന്താ കുഴപ്പം? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ? അത് അയാളുടെ ഇഷ്ടമല്ലേ? ഇത് എൻ്റെ ഇഷ്ടമല്ലേ? എൻ്റെ സ്വാതന്ത്ര്യമല്ലേ? നിങ്ങൾ എന്തിനാ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചു തുടങ്ങിയാൽ അതിലൂടെ പലതും വരും. ഞാൻ ചുംബന സമരത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്.
അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ സമയം ദീർഘിച്ചു പോകും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ നേതാക്കന്മാർ എന്തൊക്കെയാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒക്കെ. ഏതാനും ചുംബന സമരം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേതാക്കന്മാരെ 2 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 തവണ അറസ്റ്റ് നടന്നു. ഒരു തവണ നടന്നത് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടവരായിട്ടാണ്. ഏറ്റവും മാരകമായ ഈ MDMA സജീവാകുന്നതിന് മുമ്പ് മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ, കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ കിസ് ഓഫ് ലവ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി ചുംബന സമരം നടത്തിയ ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് രണ്ടാമത് അതിൻ്റെ പുരുഷനായ നേതാവുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പശുപാലൻ എന്ന പേരിൽ അവസാനിക്കുന്നൊരു പേര് ഞാൻ മറന്നുപോയി, രാഹുൽ പശുപാലൻ. യെസ്, അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയോ? ഓൺലൈനിൽ പെൺവാണിഭം നടത്തിയതിന്. അതിൻ്റെ ആ കാലത്തെ നേതാവായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ബിടെക്കൊക്കെ കഴിഞ്ഞ് വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി. അവളും ഇപ്പോൾ അവളുടെ ജോലിയും ഓൺലൈനിൽ സ്ത്രീകളെ കച്ചവടം ചെയ്യലാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്, അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരു വാതിൽ തുറന്നാൽ ആ വാതിലിലൂടെ പലതും കടന്നു വരും. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അതുകൊണ്ടാണ് എല്ലാ കവാടങ്ങളെയും, എല്ലാ തെറ്റുകളുടെയും എല്ലാ കവാടങ്ങളെയും അടയ്ക്കുകയാണ് ചെയ്തത്. വ്യഭിചാരത്തെക്കുറിച്ച് മതം പറഞ്ഞത് എന്താ? വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിച്ചു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് ഏറ്റവും മോശമായ മാർഗമാണ്, അതൊരു വൃത്തികേടാണ്. നിങ്ങൾ അതിൻ്റെ അടുത്തു പോകരുത്. നമ്മളെല്ലാവരും സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ ജാഗ്രത ആവശ്യമുള്ള കാര്യമാണ്. അത് മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും സൂക്ഷിക്കണം, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം. അഗദ്ദുൽ ബസ്വർ, ദൃഷ്ടി താഴ്ത്തുക എന്നത്. നാളെ പരലോകത്ത് 2 കണ്ണുകൾക്ക് നരകത്തിലേക്ക് പ്രവേശനമില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹറാമുകളിൽ നിന്ന് അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തിയ കണ്ണുകളാണ്. കമ്പ്യൂട്ടറിലൂടെ, ടെലിവിഷനിലൂടെ, ഫോണിലൂടെ, അതല്ലാതെ ഹറാമായതിലേക്ക് നോക്കാൻ ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ, സ്ത്രീകളോടും പുരുഷന്മാരോടും വിശ്വാസികളോടും വിശ്വാസിനികളോടും പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പ്രവാചകനോട് കൽപ്പിക്കുന്ന സൂറത്തുൻ നൂറിലെ ആയത്തുകൾ. മതം അതിൻ്റെ എല്ലാ വാതിലുകളെയും അടച്ചു. മദ്യം മാത്രമാണോ ഇസ്ലാം നിരോധിച്ചത്? മദ്യം നിരോധിച്ച കാലത്തു തന്നെ മദ്യം മാറ്റാൻ ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന തടികളുടെ കുറ്റികൾ ഉണ്ടായിരുന്നു, ചുരങ്ങയുടെ തോടുകൾ ഉണ്ടായിരുന്നു. മതം പറഞ്ഞതൊന്നും, ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകൻ പറഞ്ഞതൊന്നും വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല. മദ്യം മാറ്റാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, മദ്യം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസുകൾ എല്ലാം നിങ്ങൾ ഒഴിവാക്കണം. ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നിലനിൽക്കുന്നു, അല്ലേ? മദ്യപിക്കരുത് എന്ന് മാത്രമല്ല, മദ്യപിക്കുന്നവരുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ നലിച്ചു നോക്കി, ഭയങ്കര സ്വാതന്ത്ര്യവാദികളാണ് നമ്മൾ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലുള്ളവർ. പഞ്ചാബായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ മുന്നിൽ നിന്നിരുന്നത്. ഇന്ന് പഞ്ചാബിനേക്കാൾ എത്രയോ അധികം മുന്നിലാണ് കേരളം. മദ്യം മാത്രമല്ല, മറ്റു എല്ലാ ലഹരികൾ ഉപയോഗിക്കുമ്പോഴും 2024 കണക്കനുസരിച്ച് 2024 കഴിഞ്ഞ വർഷം 27,700 കേസുകളാണ് NDPS-ന്റെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസിൻ്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട കേസുകൾ 27,700 കേസുകൾ. 600 കിലോമീറ്ററിലധികം ചില്ലാനം വരുന്ന 600 ചില്ലാനം കിലോമീറ്റർ വരുന്ന ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ കൊച്ചു കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കേസുകളാണ്. ധാരാളം കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സുകൾ പറയുന്നുണ്ട്. 7.5 ലക്ഷം മുതിർന്ന ആളുകൾ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. 75,000 കുട്ടികൾ
ലഹരിക്ക് അടിമകളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് ഔദ്യോഗിക കണക്കുകളാണ്. അറിയോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇത് തുറന്നു വിട്ടാൽ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളതല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്യാനുള്ളതല്ലേ എന്ന ചോദ്യത്തിൻ്റെ പുറത്ത് എന്തും സംഭവിക്കാം. യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2023 ജൂലൈയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്നാണ്. കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു. അതിൽ പറയുന്നത് എന്താ? ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉണ്ടാകുന്നത് കേരളത്തിൽ സ്വർഗ അനുരാഗികളിൽ നിന്നാണ്. അല്ലേ? ഈ അടുത്ത് കേരളത്തിൽ വിവാദമായ ഒരു സംഭവം ഉണ്ടായി. ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന റിയാലിറ്റി ഷോയിൽ ലെസ്ബിയനായിട്ടുള്ള സ്ത്രീയും വിവാഹം ചെയ്ത ഇണകൾ പങ്കെടുത്തു. അവരെ മഹത്വവൽക്കരിച്ച് അവരെന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു സിനിമാ നടൻ അതിന് വലിയ പ്രചാരണം കൊടുത്തു. കേരളത്തിൽ വലിയ ചർച്ചക്കത് കാരണമായി. ഇന്ന് അതൊക്കെ ഏറ്റവും ഉയർന്ന ചിന്താഗതിയുടെ പുരോഗമനത്തിൻ്റെ വാദങ്ങളായി, ജീവിത രീതികളായി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. സ്കൂളിൽ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആധികാരികമായി നമ്മുടെ കുട്ടികളെ ഈ തെറ്റായ കാര്യം പഠിപ്പിക്കുകയാണ്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന ബന്ധമല്ല, അതല്ലാത്ത സാധ്യതകളുണ്ട് എന്ന് 9ലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. സ്ത്രീയായി ജനിച്ചു വളർന്ന ഒരാൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പുരുഷനായി മാറാമെന്ന തെറ്റായ പ്രചാരണം പഠിപ്പിക്കുകയാണ്. പുരുഷനായി ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ഏത് ഘട്ടത്തിലും സ്ത്രീയായി മാറാമെന്ന ട്രാൻസ്ജെൻഡർ കൾച്ചറിനെ, ആ ആക്ടിവിസത്തിന് ഈ രാജ്യം വിധേയമായി, നിയമ സംവിധാനങ്ങൾ വിധേയമായി നമ്മുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും അതിൻ്റെ എന്താ പറയുക, ഈ ആശയങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ലെസ്ബിയനുണ്ട്, സ്ത്രീയും കല്യാണം കഴിക്കാം, ഗേ ഉണ്ട്, പുരുഷനും കല്യാണം കഴിക്കാം. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഈ കൊച്ചു കേരളം അനുഭവിച്ചു തുടങ്ങുന്നു. ഇവിടെ എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നു. 2018 അമേരിക്കയിൽ 36,000 എയ്ഡ്സ് രോഗികളുടെ പുതിയ കണക്കെടുത്തു. അതിൽ 72% ഹോമോസെക്സ്വലുകളായിരുന്നു, ഈ പറഞ്ഞ ലെസ്ബിയനും ഗേയുമായിരുന്നു. കൊറോണ കഴിഞ്ഞ് പിന്നീട് മങ്കി പോക്സ്, കുരങ്ങുപനി ലോകത്തൊരു വലിയ ഭീഷണിയായി വന്നു. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിലൂടെ ലോകത്തിനൊരു വലിയ സന്ദേശം പകർന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, ഏറ്റവും അധികം കുരങ്ങുപനി പകരുന്നത് പുരുഷ സ്വർഗാനുരാഗികളിലൂടെയാണ്. ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അതിനെന്താ കുഴപ്പമെന്ന ചോദ്യത്തിന്റെ ആ വിടവിലൂടെ കടന്നു വരുന്ന വൃത്തികെട്ട സംസ്കാരം ആരെയാണ് ഇവിടെ ഉണ്ടാക്കുക? ഏത് സമൂഹത്തെയാണ് ഇവിടെ സൃഷ്ടിക്കുക? രോഗാതുരമായ ഒരു സമൂഹത്തെ, ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, HIV ബാധിതരായ ഒരു ജനതയെ, സിഫിലിസിനും ഗൊണേറിയക്കും വിധേയരായ ഒരു വല്ലാത്ത സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കും. അങ്ങോട്ടാണ് ഇതിന്റെ അവസാനം എത്തിപ്പെടുക. അതുകൊണ്ടാണ് ലോകത്തെ പല രാജ്യങ്ങളും ഇതിനെ തിരസ്കരിച്ചു. റഷ്യൻ സുപ്രീം കോടതി പറഞ്ഞത് LGBTQIA+ എന്നുള്ളത് ഒരു എക്സ്ട്രീമിസമാണ്, ഒരു തീവ്രവാദമാണ്. റഷ്യയിൽ നടപ്പിലാക്കാൻ പാടില്ല. കേരളത്തിൽ ഇത് പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോകത്തറിയപ്പെട്ട അയർലൻഡ് പോലെയുള്ള 19ഓളം രാജ്യങ്ങൾ ഈ വിഷയം 18 വയസ്സ് തികയാത്ത കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. ഇപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാം. ലോകം യൂട്ടേൺ അടിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പേരിൽ അനാവശ്യമായ വൃത്തികേടുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന്
അതൊക്കെ വലിയ സാംസ്കാരിക പുരോഗതിയുടെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെടുമ്പോൾ അറിയോ, 2025 ഈ വർഷം ഓഗസ്റ്റിൽ കാംബ്രിഡ്ജ് ഡിക്ഷണറി പുതുക്കി അപ്ഡേറ്റ് ചെയ്തു. ഡിക്ഷണറികളൊക്കെ ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്യും, പുതുക്കും. പുതിയ വേർഡുകൾ, പുതിയ പ്രയോഗത്തിലുള്ള വേർഡുകൾ അതിനകത്തേക്ക് കൊണ്ടുവരും. 2025 ആഗസ്റ്റ് മാസത്തിൽ കാംബ്രിഡ്ജ് ഡിക്ഷണറി പുതുക്കിയപ്പോൾ കേരളത്തിൽ മലയാളത്തിലെ ചില ചാനലുകളൊക്കെ അത് വാർത്തയാക്കിയിരുന്നു. അതിലേക്ക് പുതിയതായി കടന്നു വന്ന ഒരു വാക്കാണ് ട്രാഡ് വൈഫ്. ട്രാഡ് വൈഫ്, ട്രാഡ് വൈഫ് എന്താണ്? യൂറോപ്പിലും അമേരിക്കയിലും ഇന്ന് പ്രചാരം സിദ്ധിച്ച ഒരു ക്യാമ്പയിനാണ്. ട്രാഡിഷണൽ ഭാര്യമാരായി ഞങ്ങൾ ജീവിക്കാമെന്ന് സ്ത്രീകൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണത്. ട്രാഡിഷണൽ ഭാര്യമാരെങ്ങനെയാണ്? അവർ വീട്ടിനകത്ത് ജീവിക്കും, അവർ കുട്ടികളെ നോക്കും, അവർ ഭർത്താവിന് വേണ്ടി പ്രസവിക്കും, അവർ വീട് ക്ലീൻ ചെയ്യും, അവർക്ക് ജോലിക്ക് പോകണ്ട, അവർക്ക് വരുമാനം വേണ്ട. ഇതാണ് പഴയ ഭാര്യ സിസ്റ്റം. യൂറോപ്പിലും അമേരിക്കയിലും അതിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നോ പെൺകുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ആദ്യമായി സ്ഥാപനങ്ങൾ കൊണ്ടുവന്നവരാണ് നമ്മൾ. സ്ത്രീകൾ മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന പിന്തിരിപ്പൻ വാദത്തിനെതിരെ പ്രചാരണം നടത്തിയ, പ്രബോധനം നടത്തിയ ആളുകളാണ് നമ്മൾ. പക്ഷേ അതിവാദങ്ങൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ, പഠനം വിവാഹത്തിന് തടസ്സമാണെന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കൻ നാടുകളിൽ ഞങ്ങളൊക്കെ ട്രാഡിഷണൽ ഭാര്യമാരായി ജീവിക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ക്യാമ്പയിൻ നടക്കുന്നതാണ്. ജപ്പാൻ ഏറ്റവും അധികം ജനസംഖ്യാ പ്രശ്നം നേരിടുന്ന ഒരു രാജ്യമാണെന്ന്. ജപ്പാനിൽ ടോക്കിയോ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. എന്താ ടോക്കിയോ പ്ലാൻ എന്നറിയോ? സ്ത്രീകൾ 4 ദിവസം ജോലിക്ക് പോയാൽ മതി, 3 ദിവസം അവർ വീടുകളിൽ കഴിയണം, അവർ പ്രസവിക്കണം, അവർ കുട്ടികളെ വളർത്തണം. അല്ലെങ്കിൽ രാജ്യം ആളില്ലാത്ത, ആൾക്കാരില്ലാത്ത, ജീവിക്കാൻ മനുഷ്യരില്ലാത്ത രാജ്യമായി ജപ്പാൻ മാറാൻ പോകുന്നു. 2022 ചൈനീസ് പ്രസിഡന്റ് ചൈനീസ് വിമൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ സ്ത്രീകളോട് പറഞ്ഞൊരു വാചകം വളരെ വിവാദമായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്ത്രീകളെ, നിങ്ങൾ വീടുകളിലേക്ക് പോകൂ, നിങ്ങൾ പ്രസവിക്കൂ, നിങ്ങൾ കുട്ടികളെ വളർത്തൂ. നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളിയെ നേരിടുന്നു. ലോകം യൂട്ടേൺ അടിക്കുകയാണ്. ഞാൻ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നിശ്ചയിച്ച ഒരു ജീവിതക്രമത്തെ തോട്ടിലെറിഞ്ഞ് മറ്റൊരു ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ, മാൽത്തൂസിന്റെ ജനകീയ കുടുംബാസൂത്രണം പോലെയുള്ള, ജനസംഖ്യാ നിയന്ത്രണം പോലെയുള്ള മതവിരുദ്ധമായ, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ലോകത്ത് നടപ്പിലാക്കുമ്പോൾ മനുഷ്യൻ വലിയ ദുരന്തത്തിലേക്കാണ് എത്തുക. കഴിഞ്ഞ മാസമാണ് റഷ്യയിൽ വിവാദം ഉണ്ടായ, വളരെ അധികം വിവാദം സൃഷ്ടിച്ചൊരു വാർത്ത ഉണ്ടായത്. എന്താണെന്നറിയോ? റഷ്യൻ ഗവൺമെന്റ് സ്കൂൾ കുട്ടികൾക്ക് ഇന്ത്യൻ മണി 1,00,000 രൂപയുടെ വില വരുന്ന സമ്മാനം ഓഫർ ചെയ്തു. റഷ്യയിലെ ഗവൺമെന്റ് സ്കൂൾ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക്. ആർക്കാണത് കിട്ടുക അറിയോ? ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾക്ക്. ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾക്ക്. ഇതുവല്ലേ അറബ് രാജ്യങ്ങളിലോ മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെ നമ്മളിവിടെ കേൾക്കേണ്ടി വരും, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാകും അല്ലേ? 6-ാം നൂറ്റാണ്ടിന്റെ ചാപ്പയടികൾ നമ്മൾ ഒരുപാട് കേൾക്കും. പിന്തിരിപ്പൻ ആശയത്തിന്റെ ആളുകളെന്ന് ഇവിടുത്തെ എല്ലാ ചാനൽ ചർച്ചയിലും ആളുകൾ ഇരുന്ന് വലിയ ഗീർവാണങ്ങൾ വിടും, ദീർഘമായി സംസാരിക്കും, മുസ്ലിങ്ങളെ പരമാവധി ആക്ഷേപിക്കും. എവിടുന്നാ കേട്ടത്? റഷ്യയിൽ നിന്നാ കേട്ടത്. പെൺകുട്ടികളെ നിങ്ങൾ പ്രസവിക്കോ, ഗർഭം ധരിക്കോ, നിങ്ങൾക്ക് 1,00,000 രൂപ തരാമെന്ന് റഷ്യയുടെ ചില പ്രത്യേക പ്രദേശങ്ങളിലുള്ള ആളുകളോട് അവിടുത്തെ പ്രാദേശിക ഗവൺമെന്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കര പുരോഗമനമായി കൊണ്ടുവരുന്ന ഇത് പുതിയ പുതിയ ആശയങ്ങൾ, പക്ഷേ അതൊക്കെ പലയിടത്തും തകർന്നു തരിപ്പണമായി. നമ്മൾ ഏതൊരു ആശയമാണോ, ജീവിത രീതിയാണോ മാനവരാശിക്ക് ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നത്, അതിലേക്ക് സമൂഹം തിരിച്ചു വരുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇതിനൊക്കെ എന്താ കുഴപ്പമെന്ന വളരെ ലാഘവത്തോടു കൂടിയുള്ള
ഒരു ചോദ്യത്തിന്റെ പുറത്ത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലേക്ക്, നമ്മുടെ വീടകങ്ങളിലേക്ക്, നമ്മുടെ മതപരമായ വിശ്വാസങ്ങളിലേക്ക് കടന്നു വരുന്ന വൃത്തികേടുകളെ തിരിച്ചറിയാനും അവയെ പടിക്കു പുറത്തു നിർത്താനും നമുക്ക് സാധിക്കണം. നമ്മുടെ മുന്നിൽ ഒരു രചതരേഖയുണ്ട്. തറത്തുക്കും മല മഹജ്ജത്തിൻ ബൈദാ, ഒരു നേരായ മാർഗത്തിൽ, ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവിന് പോലും പകലിനോളം പ്രഭയുള്ള ഒരു രചതരേഖ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. വിവാഹമുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ലൈംഗികതയുണ്ട്, സഹോദരങ്ങളുണ്ട്, കച്ചവടമുണ്ട്, അല്ലേ, ആരാധനകളുണ്ട്, വിശ്വാസമുണ്ട്, സംസ്കാരമുണ്ട്, വേഷമുണ്ട്, വസ്ത്രമുണ്ട്. എന്തല്ലാത്ത സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായ മാർഗനിർദ്ദേശമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് ജീവിക്കുന്നവൻ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ, സമാധാനം, ആസ്വാദനം, അല്ലേ, തലക്കു മുകളിൽ ഒന്നിനു പിറകെ ഒന്നായി ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ തുരുതുരാ വന്ന് ബോംബ് വർഷിക്കുമ്പോഴും ഫലസ്തീൻ ജനതയുടെ ആത്മവിശ്വാസം ലോകത്ത് ചർച്ചയായത് എന്തുകൊണ്ടാണ്? ഫലസ്തീനിലെ മക്കളുടെ ആത്മധൈര്യം ലോകത്തിന് മുന്നിൽ ചർച്ചയായത് എന്തുകൊണ്ടാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ രോഗം കടന്നു പിടിച്ചാലും, അയാളെ പട്ടിണി കടക്കാർന്നു തിന്നാലും, അയാൾ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കടന്ന് പ്രയാസപ്പെട്ടാലും, അയാൾ ഏതു മാരകമായ രോഗത്തിന് വിധേയനായാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ടാകും. അള്ളാഹുവിന്റെ വിധി വിശ്വാസത്തിലുള്ള സമാധാനം, പരലോകമുണ്ടല്ലോ എന്ന വല്ലാത്തൊരു സമാധാനം. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശേഷികളോ കഴിവുകളോ അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നാളെ പരലോകത്ത് എന്നെ കാത്തൊരു സ്വർഗമിരിക്കുന്നുണ്ട് എന്ന വല്ലാത്ത ഒരു സമാധാനം, അത് വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്നതാണ്. ഐഹിക ജീവിതത്തിലെ സമാധാനവും പാരത്രിക ജീവിതത്തിലെ വിജയവും അത് ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്ക് ചുവട് വെച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ മഹത്തായ സൗഭാഗ്യമാണ്. അതിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. സർഗവസന്തങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇവിടെ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിക്കണ്ടായി, 18 വയസ്സ് തികഞ്ഞപ്പോ ഞാൻ ഇനി മുതൽ ഒരു ഫ്രീ തിങ്കറാണ്, എന്നെ നിങ്ങളുടെ മതം നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് പ്രഖ്യാപിച്ച ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. അയാൾ ഖുർആൻ മനപ്പാടാക്കിയിരുന്നു, അയാൾ ദീന് പഠിച്ചിരുന്നു, മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി, ഖുർആൻ പഠിപ്പിച്ചു, അത് പഠിപ്പിക്കാൻ ശ്രമിച്ചു, അത് നിലനിർത്താൻ ശ്രമിച്ചു. 18 വയസ്സ് തികയുന്ന ജനന തീയതിയിൽ മാതാപിതാക്കളെ വിളിച്ചവൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഒരു ഫ്രീ തിങ്കറാണ്, എൻ്റെ മതം നിങ്ങളുടെ മതം എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. മതം അനുവദിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ദീനിന്റെ വഴിയിൽ അവരെ ചുവടുറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? ദീനിന്റെ വഴിയിൽ അവരെ ചുവടുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ അതിരാവിലെ മദ്രസകളിലെത്തണം, വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ കൈ പിടിച്ച് സുബഹ ജമാഅത്തിന് നമ്മോടൊപ്പം ഉണ്ടാകണം. അവരെ മർദ്ദിച്ചവശരാക്കി പിടിച്ചു വലിച്ചല്ല അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത്. സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ട് അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞ് പള്ളിയുടെ മെഹ്റാബുകളിലേക്ക് അവരെ നമ്മൾ എത്തിക്കണം. പള്ളിയുടെ സ്വഫുകളിൽ അവർ നിൽക്കണം. അവർ ചെയ്യുന്ന ഓരോ നന്മക്കും നമ്മൾ അവർക്ക് സമ്മാനങ്ങൾ പകർന്നു കൊടുക്കണം. അവരുടെ ഉള്ളിൽ അല്ലാഹ് എന്ന മഹത്തായ വിശ്വാസം വിത്തിട്ട് മുളപ്പിക്കുന്നതിൽ ഒരു ഉപ്പയുടെ പങ്ക്, ഒരു ഉമ്മയുടെ പങ്ക് അതൊരു ഉസ്താദിനും നിർവഹിക്കാൻ സാധിക്കുകയില്ല. മതമെന്നാൽ ഭാരമാണെന്നല്ല, മതമെന്നാൽ ലാളിത്യമാണെന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്, ഒരു കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. മതമെന്നാൽ അത് ഞാൻ ചുമക്കേണ്ട ഒരു ഭാരമാണെന്നല്ല, മതം എന്നെ ചുമന്നുകൊള്ളും, ഞാൻ മതത്തെയല്ല മതം എന്നെയാണ് സഹായിക്കുക എന്ന ഉറച്ച ബോധ്യമാണ് ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ നമ്മൾ തുടക്കം മുതൽ ഇട്ടുകൊടുക്കേണ്ടത്. അർറജുലു അലാ ദീനി ഖലീലിഹി എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ലേ? ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളാരുമായി കൂട്ടുകൂടുന്നു, നമ്മുടെ മക്കളാരുമായി സഹവസിക്കുന്നു. 99 ആളെ കൊന്നു, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു, നിനക്കെന്ത് തൗബ? 99 ആളെ കൊന്നാളെ നിനക്കെന്ത് തൗബ? അയാളെ കൊന്നു. 100 തികച്ചു, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു, രക്ഷപ്പെടാൻ വഴിയുണ്ടോ? നിനക്ക് രക്ഷപ്പെടാം, നീ ഈ നാട് വിട്ടു പോകണം, നീ ഈ നാട് വിട്ടു പോകണം. നമ്മുടെ ഒരു പോയിന്റാണ്. എവിടെ സഹവസിക്കുന്നു, ആരുമായി സഹവസിക്കുന്നു, അവിടെയാണ് കുട്ടികളുടെ ദീൻ. ഞാൻ പറയുന്നത്
വിസ്ഡം സ്റ്റുഡൻസിന്റെ വിസ്ഡം ബാലവേദിയുടെ അംഗങ്ങളായി അതിൻ്റെ പരിപാടികളിൽ, CREകളിൽ, വിവിധങ്ങളായ മതപരമായ ക്യാമ്പുകളിൽ, ക്ലാസുകളിൽ, ടീൻ സ്പേസുകളിൽ പങ്കെടുക്കുന്നവരായി നമ്മുടെ മക്കളുണ്ടാകണം. മദ്രസകളിൽ പോകുന്നിടത്ത് മാത്രം അവസാനിക്കരുത്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണ്? അവർ സ്റ്റുഡൻസിന്റെ ഭാരവാഹികളായിരിക്കണം. നമ്മുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ, അവർ ആസ്വാദനം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്? അത് ബാലവേദിയുടെ രൂപരേഖയിലൂടെ ആയിരിക്കണം അവർ കടന്നു പോകേണ്ടത്. അവർ സഹവസിക്കുന്നിടത്ത് ദീനുണ്ടെങ്കിൽ, അവർ കാണുന്നിടത്ത് ദീനുണ്ടെങ്കിൽ, തീർച്ചയായും വളർന്നു വരുമ്പോൾ ദീനിന്റെ ആളുകളായി, ദീനിന്റെ വക്താക്കളായി, നമ്മൾ കെട്ടിപ്പടുത്ത പള്ളിയുടെ സംരക്ഷകരായി, നമ്മൾ ത്യാഗം സഹിച്ച് പടുത്തുയർത്തിയ മദ്രസയുടെ പരിപാലകരായി ഭാവിയിൽ അവരുണ്ടാകും. നമ്മൾ കൊടിപിടിച്ച് മുന്നേ നടന്ന ഈ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ ഭാവിയിലെ നേതാക്കളായി നമ്മോടൊപ്പം അവരുണ്ടാകും. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ നമ്മൾ കൂടെ നിർത്തണം. മനസ്സിലായില്ലേ? അവരെ നമ്മൾ കൂടെ നിർത്തി കൊണ്ടുവരണം. മാത്രവുമല്ല, ഇവിടെ പലതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും മതവിമർശനങ്ങളും ഇസ്ലാം വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ കുട്ടികൾ പഠിക്കണം, അതിൻ്റെ മറുപടികൾ കേൾക്കണം. സ്കൂളിലെത്തി +2 +1 പഠിക്കുമ്പോൾ സയൻസ് എടുക്കുന്ന ഒരു ടീച്ചർ ദൈവാസ്തികത്തെക്കുറിച്ചൊരു സംശയം ഉന്നയിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് മറുപടി പറയാനുള്ള കെൽപ്പും ധാരണയും ബോധ്യവും നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് അത് പഠിക്കണം, അത് മനസ്സിലാകണം. കോളേജിലെത്തുമ്പോൾ എനിക്കറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അവരുടെ ഒരു മകനെ അവർ ഡൽഹിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിന് അയച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ കുട്ടിയുടെ കാര്യം? സങ്കടത്തോടെ പറഞ്ഞു, നന്നായി പഠിച്ചു, നല്ല മിടുക്കനായി അവൻ്റെ ഭൗതിക പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു. എന്തുകൊണ്ട് മതം അടിമത്തം നിരോധിച്ചില്ല എന്ന്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിൽ പകുതി കൊടുത്തു എന്ന്. സഹോദരങ്ങളെ, നമുക്കുത്തരമുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഉത്തരമുണ്ടോ? ഉണ്ട്. മതത്തിന് ഉത്തരമുണ്ട്, നമുക്കുത്തരമുണ്ടാകണം. എത്ര ഡയലോഗുകളിലൂടെ നമ്മൾ കടന്നുപോയി, എത്ര ഓപ്പൺ ഡയലോഗുകളിലൂടെ നമ്മൾ കടന്നുപോയി, എത്ര ജനകീയ വിചാരണകളിലൂടെ നമ്മൾ കടന്നുപോയി. ഫേസ് ടു ഫെയ്ത്തുകൾ എല്ലാ ശനിയാഴ്ചയും ഓൺലൈനായി ഡയലോഗ് TV, യൂട്യൂബിൽ ചാനലിൽ കിട്ടും. നിങ്ങൾ കേൾക്കാറുണ്ടോ? നമ്മൾ പഠിക്കണം, അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. ഞാനൊരു പോയിന്റ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇത് വല്ലാത്തൊരു കാലമാണ്. കാലത്തിനല്ല പ്രശ്നം, ആളുകൾക്കാണ് പ്രശ്നം. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പലതരത്തിലുള്ള തെറ്റായ സംസ്കാരങ്ങളിലേക്ക് ഈ സമൂഹത്തെ വഴിതെറ്റിക്കുമ്പോൾ അവിടെ നേരിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാനും വെല്ലുവിളികളെ അതിജയിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ വീടുകളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ വേഷം ഇസ്ലാമികമാകണം, നമ്മുടെ പെരുമാറ്റം ഇസ്ലാമികമാകണം. ഇസ്ലാം വിലക്കിയ മ്യൂസിക്കോ, ഇസ്ലാം വിലക്കിയ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള അനാചാരങ്ങളോ അധാർമികതകളോ അരാജകത്വമോ നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫോണുകളെ സംസ്കരിക്കണം, നമ്മുടെ വ്യക്തിത്വങ്ങളെ സംസ്കരിക്കണം, നമ്മുടെ വീടകങ്ങളെ സംസ്കരിക്കണം. നമ്മുടെ വീട്ടിലെ വിവാഹങ്ങൾ മാതൃകാ വിവാഹങ്ങളാകണം. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ മാതൃകാ വേഷവിധാനം ധരിച്ച് പുറത്തിറങ്ങുന്നവരാകണം. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ വിവാഹങ്ങളിലേക്ക് ഒന്നുകൂടി മടങ്ങി വരികയാണ്. ഹൽദിയും മെഹന്തിയും മഞ്ഞക്കല്യാണവും മൈലാഞ്ചി കല്യാണവും ഇവിടെ പലതരത്തിലുള്ള അരാജകത്വം വിവാഹവേദികളെ കൂത്തരങ്ങാക്കി മാറ്റുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. സ്ത്രീധനത്തെ തൊട്ടിലെറിഞ്ഞവരാണ് നമ്മൾ. വിവാഹ അനാചാരങ്ങളെ പടിക്കു പുറത്തു നിർത്തിയവരാണ് നമ്മൾ. ഒരു പുതിയ മാറ്റത്തിന്റെ മുന്നിൽ നടക്കേണ്ടവരും നമ്മളാണ്. വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടവരും നമ്മളാണ്. നമ്മൾ തുടക്കം കുറിച്ചാൽ എൻ്റെ വീട്ടിലത് നടക്കില്ലെന്ന് ഞാനൊരു തീരുമാനമെടുത്താൽ, അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയാവുന്ന മകനെ നമ്മൾ വളർത്തിയെടുത്ത് മാതൃക കാണിച്ചാൽ, നീ ഏതാണ് ഒരു പഴഞ്ചനെന്ന് സമൂഹം ചോദിക്കും. നീ ഏതാണ് പുരോഗമിക്കാത്തവനെന്ന് ആളുകൾ നമ്മളെ പരിഹസിക്കും. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവനെന്ന് നമ്മുടെ മേൽ അവർ ചാപ്പയടിക്കും. നമുക്കത് പ്രശ്നമല്ല. പ്രവാചകന്റെ വല്ലാത്തൊരു പ്രയോഗമില്ലേ, ബദഅൽ ഇസ്ലാമു ഗരീബൻ ഫസയഊദു അരീബാ. ഈ മതം തുടങ്ങിയത് അപരിചിതത്വത്തോടു കൂടിയാണ്. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ നേർച്ച ചെയ്യാവൂ എന്ന് പറഞ്ഞപ്പോ, ഒരു പരലോകം വരാനുണ്ടെന്ന് പഠിപ്പിച്ചപ്പോ അപരിചിതത്വത്തോടു കൂടിയാണ് മക്കയിലെ ഖുറൈശികൾ
ഇസ്ലാമിനെ പ്രവാചകന്റെ നാവുകളിൽ നിന്ന് കേട്ടതെങ്കിൽ ഫസയഊദു ഗരീബാ, ആ ഒരു അപരിചിതത്വത്തിലേക്ക് വീണ്ടും മടങ്ങും. തൂബാ ലിൽ ഗുറബാ, അപരിചിതർക്കാകുന്നു മംഗളം, ആ അപരിചിതർക്കാകുന്നു മംഗളം. വിശ്വാസത്തെ മുറുകെ പിടിച്ച് തൗഹീദിനെ മാറോട് ചേർത്ത് പിടിച്ച് പരലോകമുണ്ടല്ലോ എന്ന് ജീവിച്ച് തഖ്വയിൽ മുന്നോട്ട് ചരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനാചാരങ്ങളോട്, ആഭാസങ്ങളോട്, വിവാഹത്തിലെ ആഭാസങ്ങളോട്, അധാർമികതകളോട്, ലഹരിയോട്, തെറ്റായ ജീവിതത്തോട്, വൃത്തികെട്ട സംസ്കാരത്തോട്, അതിന്റെ പിന്നിൽ എത്ര ആളുകളുടെ പിന്തുണയുണ്ടെങ്കിലും, എത്ര ആളുകളുടെ വലിയ വലിയ ജനബാഹുല്യമുണ്ടെങ്കിലും, ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടാലും, ഈ കാസർഗോഡല്ല, ഈ കേരളത്തിന്റെ മണ്ണിലല്ല, ഈ ഇന്ത്യ രാജ്യത്തല്ല, ഈ ഭൂമിയിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്റെ മതം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതൊരു വല്ലാത്ത വെല്ലുവിളിയായി നമ്മൾ ഏറ്റെടുക്കണം. അതിന് കുറച്ച് ത്യാഗം ആവശ്യമാണ്, അതിന് കുറച്ച് സഹനം ആവശ്യമാണ്. 921 മുതൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ നമുക്കറിയാം. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ കേരളക്കരയെ അവർ തൗഹീദ് പഠിപ്പിച്ചത്, സുന്നത്ത് പഠിപ്പിച്ചത്, ഖുർആനിലേക്ക് ക്ഷണിച്ചത്, ബിദ്അത്തിനെ കുറിച്ച് ബോധവൽക്കരിച്ചത്. ആ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇപ്പോഴും നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം പുതിയ കാലത്ത് ചിലത് കൂടി നമുക്ക് അധികം ചെയ്യാനുണ്ട്. പുതിയ കാലത്ത് കുറച്ചുകൂടി നമുക്ക് അധികം ചെയ്യാനുണ്ട്. പർദ ധരിക്കുന്ന, ഹിജാബ് ധരിക്കുന്ന, നിഖാബ് ധരിക്കുന്ന അതേ ആൾ ഈ വേഷമെല്ലാം അഴിച്ചു വെച്ച് ഒരു വേള മ്യൂസിക്കിനൊത്ത് ഒരു സ്റ്റേജിൽ താളം നൃത്തം ചവിട്ടേണ്ടി വന്നാൽ അതിനും സന്നദ്ധരാകുന്ന ഒരു കാപഢ്യത്തിന്റെ സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരുന്നു. ഇമാമിന്റെ പിന്നിൽ ഒന്നാമത്തെ സഫിൽ ഇസ്ലാമിന്റെ എല്ലാ ശിആറുകളും സ്വീകരിച്ചുകൊണ്ട് മതമനുഷ്ഠിച്ച ആരാധനാ നിർവഹണ രംഗത്ത് സജീവത കാണിക്കുന്ന ഒരാൾ ഒരു വേള ലഹരി നുണയേണ്ടി വന്നാൽ, ഒരു വേള തെറ്റായ സംസ്കാരത്തിലേക്ക് പോകേണ്ടി വന്നാൽ, കൂട്ടുകാരുടെ ഇഷ്ടത്തിനു വേണ്ടി, നാടിനൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി അതിനും തയ്യാറാകുന്ന വൈരുദ്ധ്യത്തിന്റെ ഒരു കാഴ്ച ഒറ്റപ്പെട്ടതെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അതിനെ തൂത്തെറിയാൻ നമുക്ക് കഴിയണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനെ മാറ്റിവെക്കാൻ നേരായ മാർഗത്തിൽ അടിയുറച്ച് നാളേക്ക് വേണ്ടി നാം എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? എനിക്കൊരു മീസാന്റെ മുന്നിൽ നിൽക്കണമല്ലോ, എനിക്കൊരു സിറാത്ത് മുറിച്ച് കടക്കണമല്ലോ, എനിക്ക് നാളെ ഒരു കിതാബ് കയ്യിൽ സ്വീകരിക്കാനുണ്ടല്ലോ, എന്നെ കാത്തൊരു വിചാരണയുണ്ടല്ലോ. മനുഷ്യർക്കിതാ അവരുടെ വിചാരണ സമീപസ്ഥമായിരിക്കുന്നു. അവർ അശ്രദ്ധയിലാണ്. ഞാൻ അശ്രദ്ധയിലായി കൂടാ. എന്റെ മരണം ഏതു സമയത്തും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതു സമയത്തും ഈ സദസ്സ് പിരിഞ്ഞ് ഞാൻ എന്റെ വീടെത്തുമോ? ഞാൻ ധരിച്ച വസ്ത്രങ്ങൾ ഞാൻ അഴിച്ചു മാറ്റുമോ? നാളത്തെ സുബഹിന് പള്ളിയിലെത്താൻ ഞാൻ ഉണ്ടാകുമോ? ഇന്നിന്റെ ഉറക്കമുണർന്ന് ഞാൻ സ്വയം എഴുന്നേൽക്കുമോ? എന്നെ നാളെ ഈ സമയമാകുമ്പോൾ കബറിലേക്ക് എടുത്തു വെച്ച് ദുഃഖാർത്തരായി വീട്ടിനകത്ത് കുടുംബവും കുട്ടികളും കഴിയുന്ന ആ ഒരവസ്ഥാവിശേഷം എനിക്ക് ഉണ്ടായിത്തീരുമോ? ഒരിക്കലും നമുക്ക് ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇന്നലെ മയ്യത്തുകട്ടിൽ ചുമന്നവരായിരിക്കും നമ്മൾ. ഇന്നലെ ഏതോ വീടിന്റെ മുറ്റത്ത് ഒരു മയ്യത്ത് കണ്ട് തിരിച്ചു പോന്നവരായിരിക്കും നമ്മൾ. അവിടെ ചില ആർത്തനാദങ്ങൾ നമ്മൾ കേട്ടു, വിഷമിക്കുന്ന മുഖങ്ങൾ നമ്മൾ കണ്ടു, കണ്ണീരണിയുന്ന ഇണകളെ നമ്മൾ കണ്ടു. നാളെ കണ്ണീരണിയുന്നത് എന്റെ ഇണയാകുമോ? നാളെ വിഷമിക്കുന്നത് എന്റെ മക്കളാകുമോ? നാളെ മയ്യത്തുകട്ടിൽ പള്ളിക്കാട്ടിലേക്ക് യാത്ര പോകുന്നത് എന്റെ ഭൗതിക ശരീരമാകുമോ? നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ, നമുക്കറിയില്ല സഹോദരങ്ങളെ. ഈ നിമിഷം ഇപ്പോൾ മുതൽ തിരിഞ്ഞു നടക്കേണ്ട സമയമാണ്, തൗബ ചെയ്യേണ്ട സമയമാണ്, ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കേണ്ട സമയമാണ്. എല്ലാ സാംസ്കാരിക അപജയങ്ങളെയും, എല്ലാ അരാജകത്വങ്ങളെയും, എല്ലാ ധാർമ്മികതകളെയും പുതിയ കാലത്തിന്റെ, പുരോഗമനത്തിന്റെ, സ്വാതന്ത്ര്യവാദത്തിന്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ, തന്നിഷ്ടങ്ങളുടെ പേര് പറഞ്ഞ് നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ വൃത്തികേടുകളെയും പടിക്ക് പുറത്തു നിർത്തി ദീനിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.